സീടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഉള്ളതൊരു ലിമോറിൻ്റെ LED TV ആണ്, 24 ഇഞ്ച്. ഇതിന് സൗണ്ട് ഇല്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്യാം. സെറ്റ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. TV ഓൺ ആയിട്ടുണ്ട്. പടവും വന്നിട്ടുണ്ട്. ഇതിൽ വോളിയൊക്കെ ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ നമുക്ക് സൗണ്ട് വരത്തില്ല. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് എന്താ കംപ്ലൈൻറ്റ് നോക്കാം. സെറ്റിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ടാം. അപ്പോൾ നമ്മൾ TV ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പീക്കർ ലൈൻ ഇളക്കിയിടാം. അപ്പോൾ നമ്മൾ ഈ ഒരു കംപ്ലൈൻറ്റിന് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് സ്പീക്കേഴ്സാണ്. സ്പീക്കേഴ്സ് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. മീറ്റർ നമ്മൾ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സ്പീക്കർ ആ സൈഡ് ഒരു സൈഡ് ഓക്കെയാണ്. ഇപ്പുറത്തെ സൈഡിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡ് സ്പീക്കർ നമുക്ക് ഓപ്പണാണ്. ഇത് കംപ്ലൈൻ്റ് ആണ്. എന്തായാലും നമുക്ക് വേറൊരു സ്പീക്കർ സെറ്റ് ഇവിടെ കണക്ട് ചെയ്ത് സൗണ്ട് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വേറെ 2 സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. TV കണക്ട് ചെയ്തത് മാറി. അപ്പോൾ നമുക്ക് സൗണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്യാണ്. കാരണം നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരും. അതുകൊണ്ട് ഞാൻ ആ സൗണ്ട് മ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ സ്പീക്കർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാനലിൽ മാത്രമേ നമുക്ക് സൗണ്ട് വരുന്നുള്ളൂ. ഒരു ചാനലിൽ മറ്റേ സ്പീക്കർ നമുക്ക് ഓക്കെ ആയിരുന്നു, പക്ഷേ അവിടെ സൗണ്ട് വന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു സ്പീക്കർ നല്ലതായിരുന്നു, പക്ഷേ ആ സൈഡ് നമുക്ക് കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ സ്പീക്കർ ചെക്ക് ചെയ്തപ്പോഴും നമ്മുടെ ആ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ സ്പീക്കറിലും നമുക്ക് സൗണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആഡിയോ IC ഓക്കെയാണ്. ആഡിയോ IC നമുക്ക് നോയ്സ് തരുന്നുണ്ട്. 2 ചാനലിലും ആഡിയോ IC നമുക്ക് നോയ്സ് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മെയിൻ ICന്ന് നമുക്ക് സൗണ്ട് അവിടെ വരുന്നില്ല. അപ്പോൾ ആ മെയിൻ IC ആണ് നമുക്ക് പ്രശ്നം. ഒരു കാര്യം നമ്മൾ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ഹെഡ്ഫോൺ സോക്കറ്റ് ഉണ്ടല്ലോ, ഹെഡ്ഫോൺ സോക്കറ്റിൽ ഒരു പിന്നിട്ടൊന്ന് കുത്തി നോക്കിക്കോണം. ചിലപ്പോൾ ഈ സോക്കറ്റ് നമുക്ക് കംപ്ലൈൻറ്റ് വന്ന് സൗണ്ട് വരാതിരിക്കും. അതൊന്നും നല്ല പ്രശ്നം. നമ്മുടെ പ്രോസസർ IC ഒന്ന് ഹീറ്റ് ചെയ്ത് ഡ്രൈ അടിച്ചേക്കാം. അതായത് ചിലപ്പോൾ അതിൻ്റെ ഡ്രൈ സോൾഡർ ഉണ്ടാവും. നമുക്ക് എന്തായാലും ഒന്ന് ഹീറ്റ് ബ്ലോവർ വെച്ചിട്ട് ഒന്ന് ഡ്രൈ അടിച്ച് നോക്കാം. ചിലപ്പോൾ നമ്മൾ ഡ്രൈ അടിക്കുമ്പോൾ അത് ശരിയാവും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾക്ക് കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ICയിലൊന്ന് ഡ്രൈ അടിച്ചിട്ടുണ്ട്. ഒന്ന് വാഷും കൂടെ ചെയ്യണം. ഇനി നമുക്കൊന്ന്
സെറ്റ് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് സൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ കസ്റ്റമർ AV ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ AV നമുക്കൊരു ബൈപ്പാസ് ചെയ്ത് ഇവിടെ ഓഡിയോ AC നമുക്ക് ഓൾറെഡി ഓക്കെ ആണ് കൊടുത്ത് നമുക്ക് സൗണ്ട് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് TV വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ റിമോട്ടിൽ മാത്രമേ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് AVന്ന് ഡയറക്റ്റ് അവിടോട്ട് ഇത് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ കേബിളുകളൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആഡിയോ ഇൻപുട്ട് പോയിന്റ് വരുന്നത്. നമുക്കൊന്ന് ബോർഡ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് റൈറ്റ് ആഡിയോ പോയിന്റ്. ഇത് ലെഫ്റ്റ് ആഡിയോ. അപ്പോൾ ഈ രണ്ടിടത്തെയും കപ്പാസിറ്ററിൻ്റെ പോയിന്റുകളിലേക്ക് നമ്മൾ ബൈപ്പാസ് ചെയ്ത് ഒരു ജമ്പർ ഇട്ട് AVയുടെ പിന്നിൻ്റെ അവിടുന്ന് കണക്ഷൻ കൊടുക്കും. ആഡിയോ ഒക്കെ ആണ്ട് നമുക്ക് ഈ ജമ്പർ വേറിട്ട് ജമ്പർ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മളവിടെ ജമ്പർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ആഡിയോ പോയിന്റ് കണ്ടുപിടിച്ചത് റൈറ്റ് സൈഡാണ്. ഇവിടെ കൊടുത്തു. എന്നിട്ട് ജമ്പർ ഇട്ടിട്ട് നമ്മളിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ജമ്പർ കൊടുത്തത്. അതുപോലെ ഈ സൈഡിൻ്റെയും കൂടെ കൊടുക്കണം. അതായത് ലെഫ്റ്റ് സൈഡിൻ്റെയും കൂടെ നമ്മൾ ഇതുപോലെ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ചാനൽ സ്റ്റീരിയോ ആയിട്ട് തന്നെ നമുക്കത് കിട്ടും, ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതുകൂടെ കൊടുക്കണം. ഞാൻ അതുകൂടി ഇനി ചെയ്യാൻ പോകുന്നില്ല. കാര്യം അത് ചെയ്യുമ്പോഴത്തേന് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഒരു ചാനൽ നമ്മുടെ ഓക്കെ ആവും. സൗണ്ട് കൂടുതൽ നേരം കേൾപ്പിക്കില്ല. കാര്യം നമുക്ക് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. സൗണ്ട് അങ്ങനെ കേൾപ്പിക്കാൻ പറ്റില്ല പാട്ടുകൾ. ഇപ്പോൾ ഞാൻ സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. സെറ്റ് ഓൺ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോർഡ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ലെഫ്റ്റ് സൈഡിലൂടെ കണക്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്കിത് ചെയ്യുന്ന രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്കതിലൂടെ ചെയ്ത് വേണം കസ്റ്റമർക്ക് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.